പെരിന്തൽമണ്ണയിലെ അബേറ്റ് ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ലോക കാഴ്ചാ ദിനം വിപുലമായി ആചരിച്ചു. ലവ് യുവർ ഐസ് എന്ന സന്ദേശത്തോടെയായിരുന്നു ദിനാചരണം. നമ്മുടെ ഡോക്ടർ അജിത്തിനെ പോലുള്ള ആളുകളൊക്കെ സ്വിസ് അമേരിക്കൻ ഇന്റർനാഷണൽ അക്കാഡമിയിൽ നിന്ന് ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി കോഴ്സും കൂടി കഴിഞ്ഞ ആളുകളാണ്. അവരുടെ ഈ ക്വാളിഫിക്കേഷൻ UK ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ചെക്ക് എന്ന ഈ എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷൻ വെരിഫൈ എന്ന ഏജൻസി നമ്മുടെ ഈ കോഴ്സിനെ കൂടി ലിസ്റ്റ് ചെയ്ത വിവരം നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ള അജിത്തിനെ പോലുള്ള ശ്രീഹരിനെ പോലുള്ള ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി കോഴ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഇനി UK നേരിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഓരോ യുവതലമുറയും ഇപ്പോൾ യൂറോപ്പിലോട്ടാണ് എല്ലാവരുടെയും കണ്ണ്. അപ്പൊ അതിന് ഇത് ഏറ്റവും സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല. കാഴ്ചയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ P. ഷാജി ഫ്ലാഗ് ഓഫ് ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് സൈറ്റ് ഡേയുടെ ഭാഗമായിട്ട് ഇന്ന് പെരിന്തൽമണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ഹോസ്പിറ്റലായിട്ടുള്ള അബേറ്റിൻ്റെ നേതൃത്വത്തിൽ അവരുടെ വിദ്യാർത്ഥികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ റാലിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് കണ്ണ്. അത് സംരക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആളുകളിൽ അവബോധം ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പെരിന്തൽമണ്ണയിൽ വളരെ മാതൃകാപരമായി വളരെ നല്ല രീതിയിലും പ്രവർത്തിച്ചു വരുന്നൊരു സ്ഥാപനമാണ് അബേറ്റിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അറിഞ്ഞത് തന്നെ വളരെ സന്തോഷം. അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അഡ്വക്കേറ്റ് A. ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. അബേറ്റിനെ സംബന്ധിച്ചോളം ഇവിടെ വരുന്ന ഓരോ രോഗിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുവാണ്. ഞങ്ങൾ ഒരു ബന്ധുവിനോട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവിനോട് എങ്ങനെയാണ് മാതാവിനോട് പെരുമാറുന്നത്, അതുപോലെയാണ് അബേറ്റിൽ ഞങ്ങൾ ഓരോ രോഗിയെയും കാണുന്നത്. അതുകൂടാതെ ലോകത്തിലുള്ള ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഉള്ള കാഴ്ചകളും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് കണ്ടുപിടിക്കാവുന്ന ഒരു മെഷീനാണ് വന്നിട്ടുള്ളത്. അത് എൻ്റെ അറിവിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു മെഷീന് വരുന്നത്. അതും നമ്മുടെ അബേറ്റിലാണ്. അതുപോലെ തന്നെ നമുക്ക് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലും കാരണം ഈ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച UK എന്നുള്ള 2 പേഷ്യൻസ്, അവർ 2 ഡോക്ടർമാരാണ്.
അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഈ ഒരു ഐ ഹോസ്പിറ്റലും അതിൻ്റെ സെറ്റപ്പ് കണ്ടപ്പോൾ ഇത്ര വൃത്തിയുള്ള ഇത്ര ഏറ്റവും ടെക്നോളജി ഉള്ള ഒരു ആശുപത്രി ഇന്ത്യയിൽ അതല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ ഉണ്ട് എന്ന് പറയുന്നത് അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സംസ്ഥാന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ലോക ആരോഗ്യ സംഘടനയുടെയും ഒക്കെ താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ ഇവിടെ ആഘോഷിക്കുന്നത്. ചടങ്ങിൽ അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ രാജേഷ്, ഫഹീം, ഷമീർ, രേഷ്മ പത്മരാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.